ഹലോ. നമ്മളിപ്പം ദേ ഇന്ന് ഈ ഇയറിങ്സ് ആട്ടോ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മുടെ ഇന്നത്തെ പ്രധാന താരം നമ്മുടെ സേഫ്റ്റി പിന്നാണ്. നമുക്ക് ആദ്യം സേഫ്റ്റി പിന്നിൻ്റെ ആ സൈഡ് അറ്റമില്ലേ അതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി കുറച്ച് ക്രിസ്റ്റൽ ബീഡ്സും ഗോൾഡൻ ബീഡുമാണ് ഞാൻ എടുക്കുന്നത്. അതിനായിട്ട് ആദ്യം ബോട്ടിൽ ഗ്രീൻ കളറിലായിട്ടുള്ള ഇതുപോലത്തെ ക്രിസ്റ്റൽ ബീഡ്സ് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ലാസ്റ്റ് അറ്റ ഭാഗത്തായിട്ട് ഒരു ഗോൾഡൻ ബീഡ് ജസ്റ്റ് ഒന്ന് ഗ്ലൂ വെച്ച് അപ്ലൈ ചെയ്തിട്ട് ഒന്നൊട്ടിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോഴേ മുമ്പൊക്കെ ഉള്ള സ്വർണ്ണക്കമ്മൽ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് കമ്മലില്ലാതെ ഈർക്കിലിൻ്റെ ഒരു ഭാഗമൊക്കെ എടുത്ത് കാതിലിട്ട് കിടന്ന കാലമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത്. അന്നൊക്കെ എന്തോരം പിന്നാന്നറിയോ എൻ്റെ ഉമ്മയുടെ നൈറ്റിയിൽ ഇങ്ങനെ തൂക്കി തൂക്കിയിട്ടിരുന്നേ. പക്ഷെ അന്നറിയില്ലല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോഴേ പറഞ്ഞു തരുന്നപ്പോഴത്തേക്കും നമ്മുടെ കമ്മൽ റെഡി ആയിട്ടുണ്ടേ. അതിൻ്റെ ഹാങ്ങിങ് കൊളുത്തും കൂടി ഇട്ട് ഒന്ന് കടുപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ ആ ഒരു പിന്നി കാണുന്ന ആ ഒരു സ്ഥലത്ത് നമുക്കൊരു ഗോൾഡൻ ബീഡ് വെച്ച് തന്നെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള എന്നാൽ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഇയറിങ്സ് റെഡി ആയി കഴിഞ്ഞു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.